പ്രിയപ്പെട്ടവരെ, അതേസമയം BJP സമരം ശക്തമാക്കുന്നുണ്ട്. 24 മണിക്കൂർ സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. രാപ്പകൽ സമരം ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയതാണ്. ആഷിൻ ഡിയാഗോ തലസ്ഥാനത്തുണ്ട്. ആഷിൻ, വെരി ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ തലസ്ഥാനത്ത്? മഴയത്തും എങ്ങനെയാണ് BJP പ്രതിഷേധം? പ്രതിഷേധത്തിന്റെ ചൂട് കുറയ്ക്കുന്നുണ്ടോ ആഷിൻ ഡിയാഗോ? വെരി ഗുഡ് മോർണിംഗ്. രാവിലെ വരെ നല്ല മഴയായിരുന്നു. അല്പസമയം മുമ്പും മഴയുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ മാത്രമാണുള്ളത്. പക്ഷേ BJPയുടെ സമരത്തെ ഈ മഴ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ മഴ പെയ്യുമ്പോൾ പ്രവർത്തകർ കൂടുതൽ ആവേശത്തിലാവുകയും കൂടുതൽ ഉച്ചത്തിൽ അവരുടെ മുദ്രാവാക്യം വിളിക്കുന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ 3 ഗേറ്റുകളിൽ ഉപരോധ സമരം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സമരഗേറ്റിന് മുന്നിലാണ് BJP പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധവും വളയിലും ധർണയും നടന്നുകൊണ്ടിരിക്കുന്നത്. 11 മണിയോടുകൂടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നെങ്കിൽ പോലും പക്ഷെ പിന്നീട് ഈ ഉപരോധ സമരത്തിൽ പ്രധാന നേതാക്കളടക്കം സംസാരിച്ച് മടങ്ങുകയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരവും അതായത് 7 മണിക്കാണ് ഈ ഒരു ഉപരോധ സമരം ആരംഭിക്കുന്നത്. ഏതാണ്ട് 12 മണിക്കൂർ പിന്നിടുകയും ചെയ്യുന്നു. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ കൂട്ടത്തോടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും അതുപോലെ തന്നെ സർക്കാരിനെതിരെ പറയുന്നതും ശരണം വിളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനും കഴിയും. സ്ത്രീകളാണ് ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മഴയത്ത് പോലും ആരും പോകാതെ ഇവിടെ തന്നെ നിന്ന് ആണ് ഈ സമരം നടത്തുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിച്ച വലിയൊരു ഉപരോധം തീർക്കും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ അറിയിക്കുകയും. മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി ഇന്നിപ്പോൾ തലസ്ഥാനത്തേക്ക് വരും. 3 ഗേറ്റുകൾ കൂടി BJP ഉപരോധിക്കുമെന്നാണ് അറിയുന്നത്.